ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളൊരു ബ്ലോഗ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് കോഴിക്കോട് വരെ പോയിട്ടുണ്ടായിരുന്നു. അല്ലറ ചില്ലറ സാമഗ്രികൾ വാങ്ങാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് വന്ന് ഒക്കെ അറിയാലോ, ബസ്സിലാണല്ലോ യാത്ര. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും മസ്റ്റൊരു ബ്ലോക്ക് മസ്റ്റാണല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് വരെ പോവുക. അവിടെ ഞങ്ങൾ എത്ര ചിലവിട്ട സമയങ്ങളായാലും എവിടേക്ക് എന്തൊക്കെ എങ്ങോട്ടൊക്കെ പോയി അതും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിപ്പിക്കുക. അതൊക്കെ ഈ ബ്ലോഗിലൂടെ ഉദ്ദേശിക്കണത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുത്തി തരികയാണ്ട് ഫോണും കൊണ്ട് വരുന്ന നോക്കി എന്താ ഇപ്പോൾ ചെയ്യുക അങ്ങനെ. അപ്പോൾ ഈ ബ്ലോഗ് എന്ന് കാലം കഴിയും പടച്ചോരേ, ഭയങ്കര ഇതുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബ്ലോക്ക് അങ്ങനെ ആ ബ്ലോക്കിലൊക്കെ ഇടപെട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തായാലും കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇത് എന്തിനാ ഈ കൈ വെക്കണ അറിയോ, അത് ഓളൊരു ടൈം പാസ് എന്ന് വെച്ചാൽ കൈ എടുക്കുമ്പോൾ കോഴിക്കോട് കാണണം, ആ ബസ് സ്റ്റോപ്പ് കാണണം. അപ്പോൾ നമ്മളിവിടെ കോഴിക്കോട് എത്തി എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്കിത് കാണിച്ചു കൊടുക്കുക. എന്തൊക്കെ ഒരു കൊറിയോഗ്രാഫിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഓരോരോ പോക്കിരിത്തരങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് മുട്ടായി തെരുവിലെ സെക്കൻഡ് ഗേറ്റിലുള്ള ഒരു മുഗൾ ബിരിയാണി ദർബർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മളെ ഗേറ്റ് എന്തായാലും പറയാം, ട്രെയിൻ പോകണ ആ സ്ഥലം അങ്ങനെ പോട്ടെ. എന്നിട്ടില്ലേ ഇതിക്ക് ഈ ഹോട്ടലിലേക്കായിട്ട് പോയി ഞങ്ങൾ ഇവിടെ വരുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരലുണ്ട്. അടിപൊളി സ്പോട്ടാണ് മക്കളെ. ഇപ്പോഴത്തെ ബിരിയാണികൾ കഴിച്ചേണം. ഒരു സെർവ് ചെയ്യണ ആ ഒരു ഇതൊക്കെ നോക്കിയാൽ പോർഷനൊക്കെ അതൊക്കെ അടിപൊളിയായിട്ട് ഒരു നമ്മളെ ചെമ്പട്ടിയൊക്കെ ഉണ്ടാവില്ല നമ്മൾ പഴയ കാലത്തെ, അതിലൊക്കെ സെർവ് ചെയ്യണ പോലെ തോന്നില്ലേ, നല്ല രസമല്ലേ ഒരു ഭക്ഷണം. അതായത് ഫുഡ് ബിരിയാണി ഇട്ടേക്കുന്ന സാധനമാണ്. ഇതൊക്കെ ആരാ, മുഗൾ ചക്രവർത്തിമാരാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഈ ഹോട്ടൽ എങ്ങനെയെന്ന് വെച്ചാലേ, ഇത് പഴയ നമ്മളെ വീടുണ്ടാവില്ലേ, അത് ഒരു ഹോട്ടലാക്കിയാണ്ട് ഉണ്ടാക്കിയതാണ് അത്ര കേട്ടോ. അടിപൊളി വൈബാട്ടോ അവിടുത്തെ ഓരോ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു രാജാക്കന്മാർ, പഴയകാല മുഗൾ ചക്രവർത്തിമാരൊക്കെ ഉണ്ടാവില്ലേ, പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും ഓരോക്കെയാണ് അവിടുത്തെ ചുമരുമ്മലായാലും ഒക്കെ ഓരോ അങ്ങനെ പിക്കൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി. പിന്നെ ലൈറ്റിങ് കേട്ടോ അടിപൊളിയാണ്. അത് അവിടെ പോയി കാണേ വേണം. ഒരു വട്ടമെങ്കിലും നിങ്ങൾ അവിടെ പോയി ജസ്റ്റ് ട്രൈ ആക്കൽ നിർബന്ധം കേട്ടോ. അടിപൊളി കേട്ടോ. അവിടുത്തെ ഫുഡും അങ്ങനെ തന്നെ കേട്ടോ, നേക്കാണ്, അടിപൊളിയാണ്. അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, അത് ടേസ്റ്റ് ചെയ്യാൻ തന്നെ വേണം. കുടുക്കൊക്കെ വെച്ചിട്ടാണ് അത് അങ്ങനെയാണ് അവർ അതാണ് എനിക്കിഷ്ടം. ഇത് വെച്ചത് നല്ല എരിവുണ്ടല്ലേ. ഇതൊരു ഫോട്ടോ ഉണ്ട്. ഇതാണ് ഹൈദരാബാദ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. കുറച്ച് ഇത് നല്ല കുറച്ചൊരു എരിവൊക്കെ കൊടുക്കണേ. അങ്ങനൊരു വേറൊരു ടേസ്റ്റ്, നല്ലൊരു കഴിക്കാത്തൊരു ടേസ്റ്റ് കേട്ടോ. മലപ്പുറത്തൊന്നും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. പപ്പൻ്റെ പ്രൊമോഷൻ അല്ല കേട്ടോ. സംഭവം ഞങ്ങളിവിടെ വരുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കൽ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടല്ലോ. നല്ല വേറെ ആയിട്ടുള്ള ഫുഡാണ്. അങ്ങനെ കണ്ടു ഒരു മധുരം വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. സത്യമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ റിവ്യൂ പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. നല്ല കഴിച്ചോ. കോഴിക്കോട് എവിടെയാണ് ഞങ്ങൾക്ക് പേര് നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെവിടെ സ്പോട്ട് വെച്ചാൽ സെക്കൻഡ് ഗേറ്റ് ആണ് നമ്മുടെ മുട്ടായി തെരുവിൽ കേട്ടോ. കുടുംബസംഗമം പരിപാടിക്ക് കുറച്ച് പറഞ്ഞ ഷോപ്പാറുണ്ട്. എൻട്രൻസിൻ്റെ അവിടെയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് നമുക്ക് ഇന്നെ ഡ്രസ് എടുക്കാനുള്ളതാണ്. കോപ്പിറൈറ്റ് ക്ലെയിം ആകും. എന്തിന് പാട്ടൂടെ അല്ല, വീഡിയോൻ്റെ ഇവിടെ നിന്നല്ലേ വരുന്നത്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ആ പാട്ടിനായി ആ ഒരു വീഡിയോക്കായിട്ട് ഇട്ടല്ല അങ്ങനെ വരുള്ളൂ. ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഷൂസിനൊക്കെ നമ്മളാ ചെരുപ്പെടുത്തിയതല്ലോ.
ഇത് ഇവിടെ സീനത്തുനിന്ന് ഇവിടെ ഉണ്ടാവോ അവിടെ നോക്കാൻ പറ്റും ചിലപ്പോൾ അപ്പം ഞങ്ങൾ മുട്ടായി തെരുവിൽ എത്തിയിട്ട് ഓരോരോ ഷോപ്പിൽ ഇങ്ങനെ എന്താ പറയുക നമ്മൾ സർവ്വക്കാർ നടക്കൂലേ എന്താ 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 ചോദിച്ചിട്ട് അതുപോലെ ഓരോ ഷോപ്പിലും ഞങ്ങൾ ഇങ്ങനെ തിരഞ്ഞ് നടക്കുകയായിരുന്നു. ഓരോരോ ഷോപ്പിലിങ്ങനെ അടിപൊളി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പൂ വാങ്ങാൻ പോകണ്ടേ, പക്ഷെ പൂ വാങ്ങിയില്ല. നല്ല ഒരു മണോ ചെയ്യലൊന്നുമില്ല. അപ്പോൾ പിന്നെ വാങ്ങാണ്ടിട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോയി. അത്രയും ജനവും തിങ്ങിപ്പാർക്കിനും കണ്ടിട്ട് ഞങ്ങൾ എന്തൊരു തിരക്ക് അറിയോ. കുട്ടികളെ കുഞ്ഞു കുട്ടികളെ പ്രതിമയും ഡിസ്പ്ലേ വെച്ചിട്ട് എന്താ ഭംഗിയിലൊക്കെ നല്ല നമ്മൾ വിചാരിക്കില്ല മുട്ടായി തെരുവ് നല്ല റേറ്റ് കമ്മിയുണ്ട്. ഇനി നമുക്ക് അറിയില്ല കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ പഞ്ഞിമുട്ടായി വാങ്ങിയിട്ട് അത് നിങ്ങൾക്ക് അറിയാം 40 രൂപ കേട്ടോ ഒരു പാക്കറ്റിന്. ഇങ്ങനെ വായിലിട്ടാലൊക്കെ ഇങ്ങനെ അലിഞ്ഞ് പോവും അങ്ങനത്തെ ഒരു സാധനം. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരുത്തി എന്നിട്ട് നമ്മൾ വിചാരിക്കൂലേ ഈ മുട്ടായി തെരുവ് പൈസ കൊടുത്ത് അങ്ങനെ പാക്കറ്റ് വാങ്ങി ഞങ്ങളത് തിന്നുകടേ അടുക്കട്ടെ. അപ്പോൾ സംഭവം നമ്മൾ വിചാരിക്കും ഇവിടെ നല്ല റേറ്റ് കമ്മിയുണ്ട്, നല്ല ലാഭമാണ് അങ്ങനെയൊക്കെ വിചാരിക്കും. നമുക്ക് ഇനി അറിയാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല കേട്ടോ. ഇനി അത് നമുക്കറിയാത്തതാണോ എന്ന് നമുക്കെല്ലാം അറിയുള്ളൂ, ഓൽക്കറിയില്ലല്ലോ. അങ്ങനെ നല്ല റേറ്റ് കമ്മിയുള്ള ഷോപ്പ് ഉണ്ടാവുമായിരിക്കും മേ ബി ചിലപ്പോൾ, പക്ഷെ നമുക്കത് അറിയൂല. പക്ഷെ അടിപൊളിയാണ്. പക്ഷേ എങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. നമ്മളവിടെയൊക്കെ കൊടുക്കണം അതേ റേറ്റ് തന്നെയാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ വേറെ കടയിലോട്ടോ. കാരണം ഈ ഡിസ്പ്ലേ ഒക്കെ വെച്ച് നോക്കി നല്ല ഭംഗിയിൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളോട് ചോദിച്ചു എനിക്ക് വാങ്ങിത്തരുമോ ചോദിച്ചപ്പോൾ വാങ്ങിത്തരില്ല പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ നടക്കാൻ ആരംഭിച്ചു. അതിൻ്റെ ഇടയിലില്ലേ വേറൊരു സംഭവം ഉണ്ടായിട്ട് ഗൈസ്. ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അയാൾ പറയാം കേട്ടോ, 17 ചാനലിലുണ്ട്. നമ്മളെ സംശയം കട്ട് ചെയ്തിട്ട് ഗൂഗിൾ ഒന്ന് എടുക്കും. മൂപ്പര ഷോപ്പിൻ്റെ പറ്റി ഭയങ്കര തള്ളിട്ടോ. പിന്നെ ഞങ്ങൾക്ക് വേറെ ഇതുണ്ട്. സഹറ പറഞ്ഞൊരു ഇത് കയറിട്ടോ. അത് 1600 സ്റ്റാർട്ടിങ്ങോ സ്റ്റാർട്ടിങ് 500 മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ. പിന്നെ ഏതോ ഫ്രണ്ട് ഓഫ് നോട്ടോ സിബ് അടങ്ങും. ഇത് 500 ആണ്. അതിന്റെ സ്റ്റാർട്ടിങ് 500. പിന്നെ ഇതിൽ തന്നെ കളേഴ്സ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതിലായിട്ട് പോയത്. സംഭവം കയറി പോകണ കണ്ടാൽ വിചാരിക്കൂല നമ്മൾ ഒക്കെ വാങ്ങാനാണെന്ന്. സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങൂല, ഒക്കെ വെറുതെ കാണാതിട്ട് പോരുക അത്രേ. ഓള് വാങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഉള്ള അറിയാം ഈ രസമല്ല എന്താ അപ്പത്തൊക്കെ എന്നൊക്കെ പറയട്ടെ. ഇത്രയും കളക്ഷൻ ഉണ്ടായിട്ട് മക്കളെ ഓക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെറും കൈയോട് കൂടെ മടങ്ങി മടങ്ങി. അങ്ങനെ വീണ്ടും ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി. അതേ മുട്ടായി തെരുവിലേക്ക്. ഇവിടെ നല്ല വിറ്റുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ പറയണേ ഞങ്ങളെ കുപ്പായത്തിന് 2 കൈയുണ്ട്. ഞങ്ങളെ കുപ്പായത്തിന് അതായത് അവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങണ എല്ലാ ഷർട്ടിനും 2 കൈയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊക്കെ 3 കൈയുണ്ടോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഓരോ കമൻ്റൊക്കെ അടിച്ച് ഇവർ തമ്മിൽ പറയണത് ഭയങ്കര രസമാട്ടോ. അതിൻ്റെ അടി ഞങ്ങൾക്ക് ദാഹിച്ച് അങ്ങനെ ഞങ്ങളൊരു സർബത്തുകാരനെ കണ്ടു. അങ്ങനെ സർബത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സർബത്ത് കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 5000 റുപ്യൊക്കെ തരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഈ വിളിച്ച് പറിച്ചില്ല അതായി വിൽപ്പനാന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കേട്ടോക്കി കുറേ വീട്ടായിരുന്നു പറയാതെയൊക്കെ പോകുന്ന അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പർച്ചേസിങ്ങിന് ശേഷം നമ്മളുടെ ഈ കോഴിക്കോട് വരെ വന്നിട്ട് നമ്മളെ ബീച്ച് കാണാണ്ട് പോയാൽ പറഞ്ഞാലേ ഭയങ്കര മോശമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണേ. അല്ല ബീച്ചിലെത്തി ഗെയ്സ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയാണ്ട് അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്. കുറേ ആൾക്കാർ പാവം തോന്നും നമുക്ക്. ഇവിടെ വന്നാൽ അടങ്ങാറ് അതാണ്. നമുക്കിങ്ങനെ സങ്കടപ്പെടുത്തണം ഓരോ കാഴ്ചകളും ഇങ്ങനെ കാണേണ്ടി വരും. ഇപ്രാവശ്യം എന്തേ കുറത്തിയാളില്ല കൈ നോക്കണം. സബ്സ്ക്രൈബർ ഇന്ന് ഞാൻ ബീച്ച് കാണിച്ച് ചടപ്പിക്കും. പിന്നെ ഒരിക്കലും ഞങ്ങൾ കോഴിക്കോട് ബീച്ച് കാണണം പറഞ്ഞ ആഗ്രഹിക്കൂല. അങ്ങനെ ആക്കില്ല അല്ലേ ഇങ്ങനെ ഒരു ചടപ്പിലാണ്. ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കണം.
കുറെ കെട്ടും പാടൊക്കെ കൊണ്ട് ബീച്ചിക്ക് വന്നിക്കണം. കുളിക്കുന്ന കടലിലെ കുളികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് കുളി. ഇതാണ് കുളിക്കും കാണുക എന്ന് പറയുന്നത്. രണ്ട് ചെക്കന്മാർ കുളിക്കുന്നത് ഇത്രയും ആൾക്കാർ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ നോക്കാൻ വന്നതല്ലേ, ഞങ്ങൾ കടന്നതാണ്. വെറും ഷോ ആണ് ഗേഴ്സ്, വെറും ഷോ, പട്ടി ഷോ. സംഭവം എന്താ, ഇൻസ്റ്റയിലൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കടപ്പുറം മൊത്തം ഇന്ത്യക്കാർ ബംഗാളികളെ കൊണ്ട് തട്ടി തടഞ്ഞിട്ട് നിൽക്കാനും വെജ് ഇരിക്കാനും വെജാത്ത കോലം ഗൈസ്. അതിന് മാത്രമുള്ള ഒരു ബംഗാളിച്ചി അതവിടെ ബംഗാളികൾ, ഇഷ്ടം പോലെ ബംഗാളികൾ. അങ്ങനെ ഇന്ത്യക്കാർ കൊണ്ടുപോയി കടപ്പുറം. യൂണിവേഴ്സൽ വേൾഡ് അറ്റംപ്റ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. നിലവിലുള്ള റെക്കോർഡിനെ തിരുത്തി ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഏതാനും മിനിറ്റുകളുടെ ദൈർഘ്യം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പം ഞങ്ങളെ കോഴിക്കോട് യാത്ര ഇവിടെ തീരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ, ചെറിയ കുഞ്ഞു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ടാറ്റാ, അസ്സലാമു അലൈക്കും.